നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 200ഓളം ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ഈ ഉത്തരവ് ഭാവിയിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുന്നവരുടെ പെൻഷൻ നിഷേധിക്കുന്നതിന് കാരണമാവുമെന്നും ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂടാതെ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന ഈ മാസം 28-ന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണയും മാർച്ചും നടത്തും. അതിന്റെ ഭാഗമായുള്ള ജില്ലാ കൺവെൻഷനുകൾ പൂർത്തിയായി. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ 23-നകം പൂർത്തിയാവുമെന്നും നേതാക്കൾ അറിയിച്ചു. മറ്റൊരറിയിപ്പ്, ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തണം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പരപ്പനങ്ങാടി യൂണിറ്റ് ആവശ്യപ്പെട്ടു. ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തണമെന്നും തയ്യൽ തൊഴിലാളികളുടെ കെട്ടിട നികുതിയും വൈദ്യുതി ചാർജും വർദ്ധിപ്പിക്കരുതെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. 1600 രൂപ വീതം എല്ലാവർക്കും എത്തിച്ചേർന്നു കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടുകൂടി, അതായത് 20-നും 30-നും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ 3200 രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത്. 2024 മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയാണ്. അതുകൊണ്ട് തന്നെ നവംബറിൽ തനത് മാസത്തെ തുകയാണ് ഇനി ലഭിക്കാനുള്ളത്. 60 ലക്ഷത്തോളം ആളുകളിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുകയെത്തും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത്. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.